ഇനി നമ്മുടെ ക്രിസ്മസ് ബമ്പറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറെ പേര് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ബമ്പർ എടുക്കാനായി. ബമ്പറിന്റെ അച്ചടി നിർത്തിയിരിക്കുകയാണ്. പുതിയ സമ്മാന ഘടനയിൽ ഏജൻസികൾ എതിർപ്പറിയിച്ചതിനാലാണ് തീരുമാനമെന്നാണ് പറയുന്നത്. 5000, 2000, 1000 രൂപയുടെ സമ്മാനത്തിന്റെ എണ്ണം കുറച്ചതിലാണ് എതിർപ്പ് വരുന്നത്. അച്ചടി തുടങ്ങിയ ശേഷമാണ് തീരുമാനമുണ്ടായത്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ബമ്പറിന്റെ സമ്മാന ഘടന തന്നെ നടപ്പാക്കും. അടുത്തയാഴ്ച പഴയ സമ്മാന ഘടനയിൽ ബമ്പർ അച്ചടിച്ച് പുറത്തിറക്കുമെന്ന് ലോട്ടറി ഡയറക്ടർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രശാന്ത് കൃഷ്ണയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. പ്രശാന്ത്, ബമ്പർ എടുക്കാനായി കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്. അതിനിടയിലാണ് അച്ചടി നിർത്തി എന്നുള്ള വിവരമൊക്കെ വരുന്നത്. എന്താണ് സംഭവിച്ചത്? എപ്പോൾ വീണ്ടും അച്ചടി തുടങ്ങും? എപ്പോൾ കയ്യിൽ കിട്ടി തുടങ്ങും? പക്ഷേ ഈ പൂജ ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പിന് പിന്നാലെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ പ്രകാശനം നടക്കേണ്ടതായിരുന്നു. അത് നടന്നിട്ടില്ല. ഇപ്പോൾ ഇതിനോടകം തന്നെ വിൽപ്പനയും തുടങ്ങേണ്ടതായിരുന്നു. കാരണം ദിവസം ക്രിസ്മസിനോട് അടുക്കുന്നു. ഇതുവരെ വിപണിയിൽ എത്തിയിട്ടുമില്ല. അപ്പോൾ ലോട്ടറി വകുപ്പിനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ പ്രധാനമായും സംഭവിച്ചത് ഇത്തവണ പുതിയ സമ്മാനഘടനയിലുള്ള ക്രിസ്മസ് പുതുവത്സര ബമ്പർ ആണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ 5000, 2000, 1000 രൂപയുടെ സമ്മാനങ്ങൾ കുറയ്ക്കുകയും 500, 100 എന്നീ സമ്മാനങ്ങൾ കൂട്ടുകയും ചെയ്യുന്ന ഒരു തീരുമാനമാണ് നേരത്തെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം തയ്യാറാക്കിയിരുന്നത്. ഇതിൽ ഏജൻസികൾ വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് തുടങ്ങിയ അച്ചടി നിർത്തിവെക്കാൻ ലോട്ടറി ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. ഇനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഘടനയിൽ തന്നെ സമ്മാന ഘടനയോടെ തന്നെ അച്ചടി നടത്തി വിപണിയിലെത്തിക്കാം, പ്രകാശനം നടത്തി വിപണിയിലെത്തിക്കാം എന്ന തീരുമാനത്തിലേക്കാണ്. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ വിപണിയിലേക്ക് ക്രിസ്മസ് പുതുവത്സര ബമ്പർ എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ലോട്ടറി ഡയറക്ടർ എബ്രഹാം റെൻ മാതൃഭൂമി ന്യൂസിനോട് അറിയിച്ചത്.